നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങിണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ ഗുരുകുലോത്സവം നാട്യതരംഗ ആഘോഷിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നാട്യതരംഗയിൽ അരങ്ങേറി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ക്രിസ്മസ് രാവ് വർണ്ണാഭമായി. കുട്ടികൾ ഉൾപ്പെടെ 2500ഓളം പേരാണ് ക്രിസ്മസ് കരോളിൽ അണിചേർന്നത്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടത്തി. ഫെസ്റ്റിവൽ നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെങ്ങിണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ ഗുരുകുലോത്സവം നാട്യതരംഗ ആഘോഷിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നാട്യതരംഗയിൽ അരങ്ങേറി. ബിഗ് ബോസ് റണ്ണറപ്പ് TA അനീഷ് നാട്യതരംഗ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ബിഗ് ബോസിലുണ്ടായിരുന്നു. ഞാൻ കാലത്ത് മോർണിംഗ് സോങ് വരുമ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു. എന്താ? യെസ്, അതന്നെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാനൊരു ദിവസം തുടങ്ങുന്നത് സുപ്രഭാതം പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കയറി വന്നപ്പോ നമസ്തേ ബി ഹാപ്പി എന്ന് പറഞ്ഞപ്പോ അതൊരു മാറ്റാണ് അല്ലേ? എനിക്ക് ബിഗ് ബോസിൽ ഇത്രത്തോളം ആരാധകരും ഇത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രഭാതം, ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് അനേകായിരം അല്ലെങ്കിൽ അനേക ലക്ഷം ആളുകളിലേക്ക് കയറാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. സ്കൂൾ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KB ഹരിദാസ് അധ്യക്ഷനായി. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു 33 വർഷം മുമ്പ് സ്കൂളിൻ്റെ ആദ്യത്തെ സ്കൂൾ ഡേ അല്ലെങ്കിൽ സ്കൂൾ ആനിവേഴ്സറി ആഘോഷിച്ചത് ഓർമ്മ വരികയാണ്. അത് പൂങ്കുന്നം എന്ന സ്ഥലത്ത് ആണ് സ്കൂൾ ആരംഭിച്ചത്. ആദ്യം 1 മുതൽ 4 വരെ ഡിവിഷനുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ കുട്ടികളുടെ എണ്ണം കൂടി. പിന്നെ കുട്ടികളുടെ ആ ക്ലാസ് റൂമുകളൊക്കെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമ്മുടെ സ്കൂൾ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യം ആലോചിച്ചു. പല സ്ഥലങ്ങളും നമ്മൾ അന്വേഷിച്ചു. അന്നത്തെ കമ്മിറ്റിക്കാരായ ഞാൻ തുടക്കം മുതലേ ഉള്ളതാണ് അതിൽ. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ വെങ്ങിണിശ്ശേരി എന്ന ഗ്രാമത്തിൻ്റെ ഈ കുന്നിൻ മുകളിലുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് സ്കൂൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആലോചിച്ചത്. പിന്നെ പതുക്കെ എല്ലാവിധ ഡെവലപ്മെൻറ്റുമായി ഇപ്പോൾ സ്കൂൾ ഇന്ന് ഈ നിലയിലെത്തുന്നു. വൈസ് പ്രിൻസിപ്പൽ KV ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ M കൃഷ്ണമൂർത്തി, സ്കൂൾ മാനേജർ PV ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് പാണപ്പറമ്പിൽ, ട്രഷറർ അഡ്വക്കേറ്റ് KS രഘുനാഥൻ, ജോയിന്റ് സെക്രട്ടറി MK ശിവദാസൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ക്രിസ്മസ് രാവ് വർണ്ണാഭമായി. കുട്ടികൾ ഉൾപ്പെടെ 2500ഓളം പേരാണ് ക്രിസ്മസ് കരോളിൽ അണിചേർന്നത്. 2.5 കിലോമീറ്റർ മാത്രം ദൂരം പിന്നിട്ടുള്ളതായിരുന്നു ക്രിസ്മസ് കരോൾ. പള്ളിയിൽ നിന്ന് ആരംഭിച്ച കരോൾ വിവിധ ഭാഗങ്ങളിലെ കപ്പേളകൾ ചുറ്റി പിന്നീട് പള്ളിയിൽ സമാപിച്ചു. അലങ്കരിച്ച വാഹനങ്ങളും നിശ്ചല ദൃശ്യവും കരോളിന് അകമ്പടിയൊരുക്കി. മാലാഖമാരുടെയും ക്രിസ്മസ് പാപ്പാമാരുടെയും വേഷമണിഞ്ഞവർ കരോൾ സംഘത്തിൽ നൃത്തം ചെയ്തു. ആയിരക്കണക്കിന് സമ്മാനപ്പൊതികളാണ് ക്രിസ്മസ് പാപ്പാമാർ വിതരണം ചെയ്തത്. തെരഞ്ഞെടുത്ത 100 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോബ് പടയാട്ടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പെരാമംഗലം, ജനറൽ കൺവീനർ ഷാജു കിടങ്ങൻ എന്നിവർ ക്രിസ്മസ് രാവിന് നേതൃത്വം നൽകി. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടത്തി. ഫെസ്റ്റിവൽ നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു.
കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗിറ്റാർ ഫ്യൂഷൻ അവതരണത്തോടെ ശ്രീജിത്ത് മാസ്റ്റർ നിർവഹിച്ചു. ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി അധ്യക്ഷനായി. സെക്രട്ടറി ശലേഷ് കുമാർ, നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി ജോയ്, നിത്യ ജയരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ രംഗചേതനയുടെ ചിരുത ചിലതെല്ലാം മറന്നുപോയി എന്ന നാടകം അരങ്ങേറി. ചേർപ്പ് BRC ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കായി ക്രിസ്മസ് ആഘോഷം ഒരുക്കി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കും അമ്മാടം ന്യൂ വേവ്സ് ക്ലബ്ബും ചേർന്നാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. BPC അംഗം KR ബിനി അധ്യക്ഷയായി. ചേർപ്പ് SHO MS ഷാജൻ കേക്ക് മുറിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി. ന്യൂ വേവ്സ് ക്ലബ്ബ് പ്രതിനിധി അലൻ സെബാസ്റ്റ്യൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ക്രിസ്മസ് കാരോൾ അവതരിപ്പിച്ചു. കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വാദ്യനൃത്ത കലാപരിപാടികൾ. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു. അതുപോലെ തന്നെ തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയാണ്, ഉപാസനയാണ്. അത് ഉപാസന പലതരത്തിലുമുണ്ട്. നമുക്ക് നൃത്തം, സംഗീതം, അതും ഉപാസനയാണ്. അതുപോലെ തന്നെ വാദ്യോപകരണ കലകളും ചെയ്ത് നമുക്ക് ഈശ്വരനെ ഉപാസന ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ അവർ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഗായത്രി മന്ത്രങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഉള്ള ധ്യാനങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ നല്ല ഉയർച്ചയിലേക്ക് വരും. അവർക്ക് ആ കലകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന് പ്രശംസ നേടാനുള്ള അവസരങ്ങളുണ്ടാവും. അത് പ്രത്യേകം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ കലാകാരന്മാരും കലാകാരികളും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ വേദിയിൽ വന്ന് നൃത്തം അവതരിപ്പിക്കാനുള്ള പേരുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം കുട്ടികൾ ഇവിടെ ഈ നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കാനാടിക്കാവ് ട്രസ്റ്റ് അംഗങ്ങളായ സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, ചന്ദ്രിക വിഷ്ണു ഭാരതി സ്വാമികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മംഗളവാദ്യത്തിനു ശേഷം തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം, വലപ്പാട് സാരംഗി സംഗീത നിലയം എന്നിവയിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന അവതരിപ്പിച്ചു. കൃഷ്ണനുണ്ണി, ഘനശ്യാം കൊടുങ്ങല്ലൂർ, ഋതുരാഗ് മോഹൻ, അനന്യ മോഹൻ, വിദ്യാവിജയനൊല്ലൂർ, സ്മിതാലക്ഷ്മി ചിയാരം എന്നിവർ വായ്പാട്ട് അവതരിപ്പിച്ചു. വൈകിട്ട് അനുശ്രീ മഞ്ചേരിയുടെ കുച്ചിപ്പുടി, കൃഷ്ണവേണി രാവുണ്ണിയുടെ മോഹിനിയാട്ടം, ഒളരി ശ്രീ മന്ത്രിനി ഗ്രൂപ്പിലെ ലക്ഷ്മി ശിവൻ, നയന, ആരതി, അഞ്ജലി എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യം, അർച്ചന എന്നിവ ഏറെ മികവുറ്റതായി. തുടർന്ന് ശ്രീഭദ്ര ഇടമുട്ടം, ചെത്തിമന്ദാരം എന്നീ കലാസമിതികളുടെ തിരുവാതിരക്കളി, ഭൈരവ കലാസമിതി കെടാമംഗലം, ശിവകാർത്തികേയ കലാക്ഷേത്രം, നോർത്ത് പറവൂർ എന്നിവരുടെ വീരനാട്യവും ശ്രദ്ധേയമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ ക്രിസ്തുമസ് ആഘോഷവും ജനപ്രതിനിധികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിലാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിജി തോമസ് അധ്യക്ഷയായി. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയും മുൻ PTA പ്രസിഡന്റുമായിരുന്ന CK വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മിനി വിനയൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളായ PH ഉമർ, M സുജിത് കുമാർ, MH സജീർ, ബൈജു സെന്റ് ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപിക ലതിക, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ അഹമ്മദ്, അധ്യാപകരായ രാജി, രഞ്ജിനി, ഇന്ദുലേഖ, നിർമ്മല, ജസീല, മിഥുൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി നീതൂസ് മോണ്ടിസോറി കിൻഡർ ഗാർഡനിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു.
പ്രധാന അധ്യാപിക നീതുവിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. അധ്യാപിക സഹലയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പാപ്പയുടെ വേഷമണിഞ്ഞാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിൽ പങ്കെടുത്തത്. അധ്യാപിക ഷാരിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ആലപിച്ചു. അധ്യാപിക ബിൻസി കുട്ടികൾക്കായി യേശുവിന്റെ ജനനകഥ വിവരിച്ചു നൽകി. തുടർന്ന് കുട്ടികൾ യേശുവിന്റെ ജനനകഥ അധ്യാപിക റിനിയുടെ നേതൃത്വത്തിൽ ലളിതമായി അവതരിപ്പിച്ചു. ക്രിസ്മസ് ട്രീ അലങ്കാരം, കേക്ക് മുറിക്കൽ, ഗാന, നൃത്ത പരിപാടികൾക്ക് അധ്യാപിക നിഷ നേതൃത്വം നൽകി. മാതാപിതാക്കളുടെ സഹകരണത്തോടെ സമൂഹ വിരുന്നും ഒരുക്കിയിരുന്നു. വീടുകളിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിനിടെ പങ്കുവച്ചത് ശ്രദ്ധേയമായി. അധ്യാപികയായ അഞ്ജു കൈകൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് കാർഡ് പ്രധാനാധ്യാപിക നീതുവിന് കൈമാറി. അധ്യാപകർ ക്രിസ്മസിന്റെ മൂല്യങ്ങളെ കുട്ടികളെ പരിചയപ്പെടുത്തി. മനം നിറയ്ക്കുന്ന അനുഭവമാണ് ക്രിസ്മസ് ആഘോഷം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമ്മാനിച്ചത്. ചേർപ്പ് നവരശ്മി ബാലജനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സഹകാരിമാരായ KL ആന്റണി, KB പ്രസാദ്, PK ഉണ്ണികൃഷ്ണൻ, KA ജോസഫ്, റോസ്മേരി ആന്റണി എന്നിവർ സംസാരിച്ചു. കേക്ക് മുറിക്കലും ക്രിസ്മസ് കിറ്റ് വിതരണവും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം. ബസ് സ്റ്റാൻഡിലെത്തിയ ചീനിക്കാസ് എന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് കനത്ത പുക ഉയർന്നത്. യാത്രക്കാർ ബസ്സിലുണ്ടായിരിക്കെയാണ് പുക ഉയരുന്നത് കണ്ടത്. തൃശൂരിൽ നിന്ന് മാളയിലേക്ക് പോവുകയായിരുന്നു ബസ്. ബസിന്റെ പുറകിൽ നിന്നാണ് പുക ഉയർന്നത്. സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റു ബസ്സുകളിലെ ജീവനക്കാരാണ് പുക ഉയരുന്നത് കണ്ടത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബസ്സിൽ നിന്ന് മുഴുവൻ യാത്രക്കാരെയും ഉടൻ തന്നെ പുറത്തിറക്കി. ഉടൻ തന്നെ കുപ്പികളിലും മറ്റുമായി കൊണ്ടുവന്ന വെള്ളമൊഴിച്ച് പുക ശമിപ്പിക്കുകയായിരുന്നു. എടമുട്ടം ക്രിസ്തുരാജ പള്ളിയിൽ ക്രിസ്തുരാജന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 4-ന് ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജിബിൻ നായത്തോടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 കൊടിയേറ്റത്തിനു ശേഷം പ്രസൂതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ നടക്കും. ഫാദർ പയസ് ചിറപ്പണത്ത മുഖ്യ കാർമ്മികനാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5:30-ക്കും 6:30-ക്കും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ നടക്കും. ജനുവരി 2-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഫാദർ മാർട്ടിൻ മാളിയേക്കൽ കൂനൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ജനുവരി 3 ശനിയാഴ്ച 50 തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് പ്രസൂതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, ലതീഞ്ഞ, നൊവേന എന്നിവ നടക്കും. ഫാദർ ജിൻഡോ പെരേപ്പാടൻ മുഖ്യ കാർമ്മികനാകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് നടക്കുന്ന അമ്പെഴുന്നള്ളിപ്പ് രാത്രി 10 മണിക്ക് പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ജനുവരി 4-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പ്രസൂതേന്തി വാഴ്ച, ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. ഫാദർ സെൻജോ മാളിയേക്കൽ കൂനൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ സ്റ്റീഫൻ അറക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 3:30-ക്ക് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണം 7-ന് സമാപിക്കും. തുടർന്ന് ലൈറ്റ് ആൻഡ് ഷോ അരങ്ങേറും. ജനുവരി 5-ന് രാവിലെ 6:30-ക്ക് മരിച്ചവർക്കായുള്ള വിശുദ്ധ കുർബാനയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. ഇടവക വികാരിക്കൊപ്പം കൈക്കാരൻ TJ ടോണി, KMD ജോൺസൺ, ബെന്നി ആലപ്പാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഇടവകയിലെ 50 തിരുനാൾ ഈ വരുന്ന ജനുവരി 3, 4, 5 തീയതികളിൽ പ്രധാനമായും നമ്മൾ ആഘോഷിക്കുന്നു. അതിന്റെ കൊടികയറ്റം നാളെ 26-ാം തീയതി മറ്റന്നാള് വൈകിട്ട് 5:30-ക്ക് കൊടികയറ്റം. തുടർന്ന് 9 ദിവസം നവനാൾ തിരുക്കർമ്മങ്ങൾ, വിശുദ്ധ കുർബാന, ക്രിസ്തുവിന്റെ വാഴ്ച തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാന തിരുനാൾ ദിവസം 3-ാം തീയതി ശനിയാഴ്ചയും 4-ാം തീയതി ഞായറാഴ്ചയാണ്. അന്നേ ദിവസം രാവിലെ ശനിയാഴ്ച കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്. തുടർന്ന് രാത്രി 10 മണിയോടുകൂടി യൂണിറ്റുകളിലേക്ക് പോയ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലേക്ക് തിരിച്ചെത്തുന്നു. കുറച്ചു നേരം ബാൻഡ് വാദ്യമൊക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമായ ഞായറാഴ്ച 4-ാം തീയതി അന്ന് രാവിലെ 10 മണിക്കാണ് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന. വൈകിട്ട് 3:30-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക അതിർത്തി ചുറ്റുന്ന തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. 7 മണിക്ക് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കുന്നു. അതിനുശേഷം തുടർന്ന് ഒരു ചെറിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടിയുടെ ഭാഗമായി അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. തൃശൂർ ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് യോഗം നടന്നത്.
കരട് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാനും തുടർ നടപടികൾ വിശദീകരിക്കാനുമാണ് യോഗം ചേർന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഇതുവരെ സ്വീകരിച്ച നടപടികളും തുടർ നടപടികളും ജില്ലാ കലക്ടർ വിശദീകരിച്ചു. കരട് വോട്ടർ പട്ടികയുടെ 2 പകർപ്പ് വീതം എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും സൗജന്യമായി നൽകും. കരട് വോട്ടർ പട്ടികയുടെ ആദ്യ പകർപ്പ് യോഗത്തിൽ പങ്കെടുത്ത അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കലക്ടർ വിതരണം ചെയ്തു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കരട് വോട്ടർ പട്ടിക ഓൺലൈനായും നേരിട്ടും വോട്ടർമാർക്ക് പരിശോധിക്കാം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കലക്ടറുടെ ചേംബറിലാണ് കരട് വോട്ടർ പട്ടികയുടെ ജില്ലാതല പ്രസിദ്ധീകരണം നടന്നത്. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കരട് വോട്ടർ പട്ടികയുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരായ ആൻസൺ ജോസ്, PN നിത, MG രമ്യ, TJ ബിനോയ് എന്നിവർ കരട് വോട്ടർ പട്ടികയുടെ പകർപ്പ് ഏറ്റുവാങ്ങി. തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറും സബ് കലക്ടറുമായ അഖിൽ വി മേനോൻ, തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർമാരായ S അൻസാദ്, K രേവ, R മനോജ്, MC ജ്യോതി, PA വിഭൂഷണൻ, P ഷിബു, ഡെപ്യൂട്ടി കലക്ടർ K കൃഷ്ണകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമ്മാടം ഹലോ ഇൻഡോർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനവും സംഗീത വിരുന്നും സംഘടിപ്പിക്കും. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച വൈകിട്ട് 6-നാണ് പരിപാടി. ക്ലബിന്റെ 10ാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായാണ് ജീവകാരുണ്യ പ്രവർത്തനവും സംഗീത വിരുന്നും ഒരുക്കുന്നത്. പാർലം ഗ്രാമപഞ്ചായത്തിലെ ശാരീരികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 200ഓളം വിധവകൾക്ക് ചടങ്ങിൽ സഹായം കൈമാറും. കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. കലാകായിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് മിമിക്രി താരം മനോജ് ഗിന്നസ് നയിക്കുന്ന മെഗാ ഷോ അരങ്ങേറും. ക്ലബ്ബ് പ്രസിഡന്റ് ഹെൻറി ജോസഫ്, ജനറൽ കൺവീനർ EA ബൈജു, പബ്ലിസിറ്റി കൺവീനർ നെൽസൺ ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനവും സംഗീത വിരുന്നും ഉൾപ്പെട്ട പരിപാടി മീഡിയ 4 ചാനലിൽ ലൈവായി സംപ്രേഷണം ചെയ്യുന്നതാണ്. ക്രിസ്തുമസ് ദിനത്തെ ആഘോഷമാക്കാൻ ചൊവ്വൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രസതന്ത്ര മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറും. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറും ചൊവ്വൂർ കൂട്ടായ്മയും ചേർന്നാണ് മ്യൂസിക്കൽ ബാൻഡ് ഒരുക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 7 മണിക്കാണ് രസതന്ത്ര മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറുക. സനാതന ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ 9ാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിക്കും. ജനുവരി 24, 25, 26 തീയതികളിലാണ് സമ്മേളനം നടക്കുക. സ്വാമി മൃഡാനന്ദ ജന്മശതാബ്ദി സ്മാരകത്തിന്റെ ഭാഗമായുള്ളതാണ് സമ്മേളനം. ആറാട്ടുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിലാണ് സമ്മേളനം നടക്കുക. സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സ്വാമി ചിദാനന്ദപുരി, സ്വാമി ദേവാനന്ദപുരി, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, KV സദാനന്ദൻ, A ഗോപാലകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ, RV ബാബു, രാജയോഗിനി രാധാബഹൻ, ആചാര്യ MR രാജേഷ്, OS സതീഷ്, സുരേഷ് ബാബു, കിള്ളിക്കുറിശി മംഗലം തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് കളഭാഭിഷേകം മണ്ഡലകാല സമാപനമായ ശനിയാഴ്ച നടക്കും. അതിവിശിഷ്ടമായ ചടങ്ങാണ് കളഭാഭിഷേകം. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി കളഭം വെള്ളിക്കുടത്തിൽ നിറച്ച് ദേവി ചൈതന്യത്തെ ആവാഹിച്ച് പ്രത്യേകം തീർത്ത അഷ്ടദള പത്മത്തിൽ ഇരുത്തും. തുടർന്ന് നാടിന്റെയും നാട്ടുകാരുടെയും സമസ്ത ഐശ്വര്യ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിച്ച് പ്രത്യേക പൂജകളോടെ കളഭം നിറയ്ക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പഞ്ചഗവ്യം, നവകം എന്നിവയ്ക്ക് ശേഷം രാവിലെ 10 മണിയോടെ അഭിഷേകം നടത്തും. കുങ്കുമപ്പൂവ്, പനിനീർ, പച്ചക്കർപ്പൂരം, കളഭം എന്നിവയാണ് പൂജയ്ക്കുള്ള ദ്രവ്യങ്ങൾ. സർവൈശ്വര്യ സമൃദ്ധിക്കായി നടത്തുന്ന കളഭാഭിഷേക ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ദേവി ദർശിച്ച് കൃപാകടാക്ഷം നേടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746277702 അല്ലെങ്കിൽ 9447991586. പള്ളിപ്പുറം സ്വദേശി അയ്യപ്പത്ത് വീട്ടിൽ പരേതനായ രാഘവൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലളിതാബായി, സാവിത്രി, സുശീല, വാസുദേവൻ, ലത, ഷാജു, രാജേഷ് എന്നിവർ മക്കളും. മോഹനൻ, അശോകൻ, ഷെൽവി, സുനിൽ, ജിപ്സി
ഹേമ, ശാലിനി എന്നിവർ മരുമക്കളുമാണ്. ക്രിസ്തുമസ് പ്രമാണിച്ച് ഓഫീസ് അവധിയായതിനാൽ വ്യാഴാഴ്ച വാർത്ത ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,735 രൂപ, പവന് 1,01,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങിണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ ഗുരുകുലോത്സവം നാട്യതരംഗ ആഘോഷിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നാട്യതരംഗയിൽ അരങ്ങേറി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ക്രിസ്മസ് രാവ് വർണ്ണാഭമായി. കുട്ടികൾ ഉൾപ്പെടെ 2500ഓളം പേരാണ് ക്രിസ്മസ് കരോളിൽ അണിചേർന്നത്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടത്തി. ഫെസ്റ്റിവൽ നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.